ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ന്യൂഡിൽസ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വെറും ന്യൂഡിൽസ് അല്ല, ഇത് അയിലയും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതിലെന്തൊക്കെയാണെന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാം. അതിനായി കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് അയില വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് 2 തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പുക കാരണം കൊണ്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. കറക്റ്റായി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായി വെന്ത് വരണം. അധികം വേവണ്ട, കടിക്കാൻ പാകത്തിന് മതി. ഇതിലേക്ക് ലാസ്റ്റ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അയിലയും മുട്ടയും ചേർത്ത് കൊടുക്കാം. അയില പറയുമ്പോൾ അയ്യേ അയിലയോ എന്ന് വിചാരിക്കേണ്ട, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മസാലകളിലൊക്കെ നന്നായി പിടിച്ച് വരണം. അതിനായി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാ മസാലകളും നന്നായി പിടിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ അധികം വേവില്ല, എന്താ പോലെ ഉടഞ്ഞിട്ടുമില്ല, ആ ഒരു രീതിക്കുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് തള വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ന്യൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ന്യൂഡിൽസ് വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അഥവാ ഇഷ്ടമായില്ലെങ്കിലും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്, അസ്സലാമു അലൈക്കും.